സ്ട്രെയിറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. കേരളത്തിലെ ഏറ്റവും ജനകീയനായ കമ്മ്യൂണിസ്റ്റ് നേതാവ് CPI മുൻ സംസ്ഥാന സെക്രട്ടറിയുമായ ശ്രീ പന്ന്യൻ രവീന്ദ്രനാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ പന്ന്യൻ രവീന്ദ്രൻ. നമസ്കാരം. ഇപ്പം നമ്മൾ സംസാരിക്കുന്ന ദിവസം ഡൽഹിയിൽ കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിൽ അല്ലെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വലിയൊരു സമരം നടന്നു. ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകും അല്ലെ അവരുടെ ഭാഗത്തു നിന്നൊരു അനുകൂല നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്? എല്ലാം നമ്മളെ കാര്യം ഇന്ത്യയിലെ ജനങ്ങളോട് പറയാനാണ് ഇപ്പോൾ പോയത്. ഫെഡറൽ ഭരണ സംവിധാനത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഒരു ബാധ്യതയുണ്ട്. ആ ബാധ്യത സംസ്ഥാനങ്ങൾക്കുള്ള ദൗർബല്യങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ്. ആ ബാധ്യത ഒട്ടും നിറവേറ്റാൻ അവർ തയ്യാറാവുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാൻ അടിയന്തര ആവശ്യത്തിന് നമ്മൾ കടം വാങ്ങാൻ തീരുമാനിച്ചാൽ അതുപോലെ അനുവദിക്കുന്നില്ല. മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന വിഹിതം നമുക്ക് തരുന്നുമില്ല. GST വന്നപ്പോൾ നമുക്കറിയാം വലിയ പ്രതീക്ഷ പറഞ്ഞിരുന്നത്. GSTയിൽ നമ്മളെ ഇപ്പം സീറോയിലേക്ക് ഇപ്പോൾ പോവുക. അപ്പോൾ ഒരു സംസ്ഥാനം എങ്ങനെ നിലനിൽക്കും? ഫെഡറൽ ഭരണത്തിൽ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ളൊരു ബന്ധം അഭികാമ്യമാണ്. അതെ. അപ്പോൾ ഇപ്പം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശം ഈ ഗവൺമെൻറ് എങ്ങനെയെങ്കിലും ശ്വാസം മുട്ടിച്ച് കൊല്ലുക എന്നുള്ളതാണ്. അതിനെതിരായി നമ്മൾ പ്രക്ഷോഭത്തിൽ പോകുമ്പോൾ തന്നെ രാജ്യത്തിലെ സകല പാർട്ടികളെയും ജനങ്ങളെയും ഇത് അറിയിക്കാൻ വേണ്ടി നമ്മൾ പോയത്. ആ രീതിയിൽ ആ സമരം വലിയ വിജയമായി. നല്ല വിജയമായിരുന്നു. ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസിൻ്റെ ഒരു ഉള്ളിലിരിപ്പ് എന്താണെന്ന് ബോധ്യമായി. കാരണം ഇതുപോലൊരു പ്രശ്നത്തിൽ അവർ ഗവൺമെൻറ് കൂടെ നിൽക്കേണ്ടതാണ്. കാരണം എന്താ, മാറി മാറി വരാവുന്ന ഗവൺമെൻറ്റാണ് പഴയ കാലത്തുണ്ടായിരുന്നത്. അവരും ഭരിച്ചിട്ടുണ്ട്, നമ്മളും ഭരിച്ചിട്ടുണ്ട്. BJP കേന്ദ്രം ഭരിക്കുന്നുകൊണ്ടിരിക്കട്ടെ, BJP അതിൻ്റെ കൂടെ തന്നെ നിന്നോട്ടെ. പക്ഷെ കേരളത്തിലെ ജനങ്ങളെ ഭാഗമല്ലേ ഇത്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഈ സമീപനത്തിനെതിരെ പറയാൻ കോൺഗ്രസിന് ബാധ്യതയില്ലേ? കോൺഗ്രസ് പ്രസിഡന്റ് പക്ഷേ അനുകൂലമായി പറയുന്നില്ലാതെ അതിനൊന്നും ഉണ്ടായില്ല. പക്ഷേ കേരളത്തിലെ കോൺഗ്രസ് അതിൽ നിന്നൊന്നും പഠിച്ചില്ലല്ലേ? ഇല്ല. കോൺഗ്രസ് അതാണ് നമ്മൾ നേരത്തെ പറയുന്ന കാര്യതാ. കേരളത്തിലെ കോൺഗ്രസ് യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ചിന്തിക്കുന്നില്ല. ഇല്ല. അവർക്കെന്താ പറഞ്ഞാൽ അവർക്ക് താൽക്കാലികമായി അവർക്ക് കിട്ടുന്ന നേട്ടങ്ങൾ മാത്രമേ ഉള്ളൂ. അവർക്ക് സംസ്ഥാനത്തിൻ്റെ പൊതു താല്പര്യങ്ങളെക്കുറിച്ച് ഒരു തരത്തിലുള്ള ബേജാറും അവർ മനസ്സില്ല എന്നുള്ളതാണ്. അവരെ അടുത്ത ദിവസം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും നയിക്കുന്ന സമരാഗ്നി ആരംഭിക്കുകയാണ്. ഇതൊക്കെ ആളുകളെ ചിരിപ്പിക്കലാതെ വേറെ എന്തതിൻ്റെ കാര്യം? ഞാൻ പലപ്പോഴും അന്ന് പാർലമെൻറ്റിൽ നമ്മൾ കേരളത്തിൽ 19 MPമാരുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ കാണുന്ന ഒരു വിരോധാഭാസമുണ്ട്. ഈ 19 MPമാരെ കൂട്ടത്തിൽ 20 ലീഗിൻ്റെ ഒരു MP ഉണ്ടായത്, അഹമ്മദ് മാത്രം. അപ്പോൾ അന്ന് നമ്മൾ കേരളത്തിന് ആവശ്യത്തിന് വേണ്ടി നമുക്ക് കേന്ദ്രത്തെ കാണാൻ വേണ്ടി പോകണമെന്ന് പറഞ്ഞാൽ നമ്മൾ കൂടി ചേർന്ന ഗവൺമെൻറ് തന്നെയാണ്. അതെ. മൻമോഹൻ സിംഗിനെ കാണാൻ UPA ഗവൺമെൻറ് അവരില്ല. അവരെപ്പോഴും അവർക്ക് അവിടുത്തെ ഒരു ഭയമാണ്. എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഭരണാധികാരികളെ കാണുമ്പോൾ എന്തോ മുട്ട് പറക്കുന്ന ഒരു സമീപനം അവർക്കുണ്ടെന്ന് തോന്നുന്നു. അത് അന്നുണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല, അവരും നമ്മളോട് നല്ല കാര്യം ചെയ്തിട്ടില്ല. ഇടയ്ക്ക് ഞാൻ സാന്ദർഭികമായി പറയാം, അന്നാണ് നമ്മുടെ നാട്ടിൽ പ്രധാനമായും റെയിൽവേയിൽ സേലം ഡിവിഷൻ വന്നത്. ആ സേലം ഡിവിഷൻ വന്നപ്പോൾ നമ്മൾ കേരളത്തിലെ MPമാർ നമ്മൾ സമരം ചെയ്ത് പാർലമെൻറ്റ് നിർത്തിവെച്ച്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പാർലമെൻറ്റ് ഒരു സംസ്ഥാനത്തിൻ്റെ സമരത്തെ നിർത്തിവെക്കുന്നത്. അങ്ങനെ നിർത്തിവെച്ചപ്പം സോണിയാഗാന്ധി മധ്യസ്ഥം പറഞ്ഞു. ആ മധ്യസ്ഥം എന്താ? ഒന്ന് കോച്ച് ഫാക്ടറി പാലക്കാട്, ഒന്ന് ചേർത്തല വാഗൻ ഫാക്ടറി. രണ്ടും ആയിരക്കണക്കിന് കോടി രൂപേൻ്റെ വലിയ സമ്പത്തായിരുന്നു അത്. പക്ഷേ അത് കഴിഞ്ഞ് UPA ഗവൺമെൻറ്റിൽ നമ്മളെ ബന്ധം പിൻവലിച്ചല്ലോ ഒരു വർഷം മുമ്പ്. നമ്മൾ 2009-8 നമ്മൾ ബന്ധം പിൻവലിച്ച്. അതിനുശേഷം വീണ്ടും ഇവർ ഭരണാധികാരത്തിൽ വന്ന്. പക്ഷേ കോൺഗ്രസ് ഭരണാധികാരത്തിലുള്ളപ്പോഴും കോച്ച് ഫാക്ടറിയോ വാഗൻ ഫാക്ടറിയോ ഇവിടെ കൊണ്ടുവന്നതിനെപ്പറ്റി ആലോചിച്ചേ ഇല്ല. അപ്പോൾ കേരളത്തിൻ്റെ പൊതുകാര്യത്തിൽ കോൺഗ്രസിൻ്റെ സമീപനം എന്താണെന്ന് അതിൽ കൂടി വ്യക്തമാണ്. അവർക്ക് നാടിൻ്റെ വികസനമോ ഇവിടുത്തെ നേട്ടങ്ങളോ ഇല്ല അവർക്ക് വേണ്ടത്. അവർക്ക് താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കണം, സ്വാർത്ഥ താല്പര്യം, അതാണ് കോൺഗ്രസ്. പക്ഷെ മോദി പറയുന്നത് കോൺഗ്രസ് കേന്ദ്രം ഭരിച്ചപ്പോൾ നൽകിയതിൻ്റെ പല ഇരട്ടി ആനുകൂല്യങ്ങൾ
കാര്യങ്ങൾ കേരളത്തിന് വേണ്ടി ഇപ്പോഴത്തെ BJP ഗവൺമെൻറ് ചെയ്യുന്നു എന്നാണ്. ചെയ്യുന്നുണ്ട് എന്ന് പറയില്ലാതെ ചെയ്യുന്ന ഫാക്റ്റ് അവർക്ക് പറയാൻ കഴിയുമോ? ഞങ്ങളിപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പം ഞാൻ ചോദിക്കാം, GST നമ്മുടെ കയ്യിലുള്ളതല്ലേ? കേരളത്തിന് ടാക്സ് ആയിരുന്നല്ലോ GST ഇപ്പോൾ എന്താ സ്ഥിതി? GST വിഹിതം എങ്ങനെയാണ്? ആ വിഹിതത്തിന് ഇപ്പം ന്യായം പറയില്ലേ വിഹിതത്തിന്? ഒന്ന് മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്തിന് ന്യായമായും കടമെടുക്കാനുള്ള സംസ്ഥാനത്തിന് അവകാശം, ആ അവകാശം നിഷേധിക്കല്ലേ, വെട്ടിച്ചുരുക്കല്ലേ? മോശം ധനമാനേജ്മെൻറ്റാണ് കേരളത്തിൻ്റെ എന്നാണ് പുതിയ ആരോപണം. അത് ധനമാനേജ്മെൻറ്റ് മോശമാണെന്ന് പറയുന്നത് അവരല്ലേ? ആ പറയുന്നതിൻ്റെ അർത്ഥം എന്താ അറിയോ? അത് പറഞ്ഞുകൊണ്ട് വേണം ഇതിന് തടിയിടാൻ, വേറെ അവർക്ക് വഴിയില്ലല്ലോ. പുറത്ത് കേൾക്കുമ്പോൾ മോശമല്ലേ? ഒരു സംസ്ഥാനത്തിന് ന്യായമായും കിട്ടേണ്ട ആനുകൂല്യങ്ങൾ, അവർക്കുള്ള അവകാശത്തെ പോലും വിലങ്ങ് വെക്കുന്ന ഒരു സമീപനം കേന്ദ്രം സ്വീകരിച്ചാലോ? എന്ത് ജനാധിപത്യം അത്? എന്ത് ഫെഡറലിസം അത്? ഫെഡറലിസം എന്ന് പറയുന്നവർക്കില്ല, ജനാധിപത്യ ബോധവുമില്ല, ജനാധിപത്യവുമില്ല. BJP എന്ന് പറയുന്ന ഒരു പാർട്ടി രാജ്യം ഭരിക്കാൻ തുടങ്ങിയപ്പം ഫാസിസ്റ്റ് രീതിയിലേക്ക് നമ്മുടെ രാജ്യത്ത് നയിക്കുകയാണ്. അതിൻ്റെ ഭാഗം ഇപ്പം ഫാസിസത്തിൻ്റെ ഒരു ഘടകം എന്താ? ചെങ്കോലും എടുത്തിട്ട് പോവാന്ന് പാർലമെൻറ്റിലേക്ക് എന്ന് പറഞ്ഞാൽ രാജഭരണത്തിൻ്റെ പഴയ ഓർമ്മകൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഇപ്പോൾ രാജ്യം ഭരിക്കാൻ BJP പോകുന്നു. ഏത് രാഷ്ട്രീയ പാർട്ടി അത്? പക്ഷേ BJPക്കുള്ള പിന്തുണ വളരെ വർദ്ധിക്കുകയല്ലേ കാലാകാലങ്ങളിലായി? സംസ്ഥാനങ്ങൾ ഭരിക്കുന്നു, കൂടുതൽ എണ്ണത്തിൽ അവരുടെ കയ്യിലേക്ക് പോകുന്നു. ഇപ്പം തന്നെ ദേശീയ തലത്തിൽ നോക്കിയാൽ ഇപ്പോൾ ഇന്ത്യ മുന്നണി, ആ മുന്നണിക്ക് ഒരു ശക്തമായ നേതൃത്വം പോലും ഇല്ലാതായില്ലേ? ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന ആൾക്കാരെ നിരാശരാക്കുന്ന കാര്യങ്ങളല്ലേ സംഭവിക്കുന്നത്? അല്ല, അതൊരു ദൗർബല്യമുണ്ട്. ആ ദൗർബല്യം കൊണ്ട് മാത്രം എല്ലാം തീർന്നു ധരിക്കണ്ട. മുമ്പ് ഇതുപോലുള്ള അവസരത്തിൽ പോലും അവസാനം കേന്ദ്രത്തിൽ പകരം ഗവൺമെൻറ് ഉണ്ടായിരുന്നു. BP സിംഗ് ഗവൺമെൻറ് മുതൽ ദേവഗൗഡ ഗവൺമെൻറ് മുതൽ പലതും നമുക്ക് ഓർമ്മയുള്ളതാണ്. പിന്നെ ഈ കോൺഗ്രസിൻ്റെ പൊതു സമീപനം എന്ന് പറയുന്നത്, അത് കോൺഗ്രസ്സിന് ഒന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിന് കാര്യങ്ങൾ മുഴുവൻ നയിക്കാൻ പറ്റിയൊരു പ്രാപ്തമായ ലീഡർഷിപ്പ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. രാഹുൽ ഗാന്ധി കോൺഗ്രസിനെ നയിക്കാൻ പ്രാപ്തനാണോ? അത് രാഹുൽ ഗാന്ധി എന്താണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തെ പോലെ ഒരാളെക്കുറിച്ച് ഞാനിപ്പം വേറൊരു പരാമർശം നടന്നത് ശരിയല്ലല്ലോ. പക്ഷെ ഒരു കാര്യമാണ്, ദിശാബോധത്തോടു കൂടി ഇന്ത്യയെ നയിക്കാൻ ഇന്ന് കോൺഗ്രസ്സിനാവുന്നില്ലെന്നൊരു സത്യമാണ്. ആ സത്യത്തിൻ്റെ ഭാഗമാണ് ഇതെല്ലാം. അതുകൊണ്ട് കോൺഗ്രസ് എന്ത് ചെയ്യുമെന്നുള്ളതിനെപ്പറ്റി നമുക്ക് പൊതുവെ അറിയാവുന്നതാണ്. പക്ഷേ നമുക്ക് രാജ്യമാണ്, കോൺഗ്രസ് ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ്. രാജ്യത്തെ ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ പിന്തുണ ഉണ്ടായിരുന്നൊരു പ്രസ്ഥാനമായിരുന്നു കോൺഗ്രസ്. ആ പിന്തുണ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ പിന്തുണ കോൺഗ്രസ്സിന് നേടിയെടുക്കുന്നതിന് വേണ്ടി ജീവൻ കൊടുത്ത ആളാണ് മഹാത്മാഗാന്ധിയാണ് കോൺഗ്രസ്സിനെ നാട്ടിലെ ഗ്രാമങ്ങളിൽ വേരുണ്ടാക്കിയ മഹാത്മാഗാന്ധിയാണ്. ആ മഹാത്മാഗാന്ധിയെ പിന്നെ വെടിവെച്ച് കൊന്നു 48-ൽ. വെടിവെച്ച് കൊന്നതിൻ്റെ ശേഷമുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ആ ഒരു സംഭവത്തിന് ശേഷം ഒരു പാഠം പഠിക്കാൻ ഈ കോൺഗ്രസ് അതിൻ്റെ രീതിയിൽ പോകുന്നില്ല. കോൺഗ്രസ് പലപ്പോഴും സ്വാർത്ഥ താല്പര്യം എന്നത് മാത്രമേ കോൺഗ്രസ് നയിക്കൂ. നരേന്ദ്രമോദി പറയുന്ന പരിഹാസം, അതായത് കുടുംബ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. രാഹുൽ ഗാന്ധി സ്റ്റാർട്ടാകാത്ത സ്റ്റാർട്ടപ്പാണെന്ന് പറയുന്നു. കഴിഞ്ഞ തവണ കിട്ടിയ പോലുള്ള സീറ്റ് ഇത്തവണ കിട്ടില്ലെന്ന് പറയുന്നു. ആ അവസ്ഥയിലേക്ക് ഒരു രീതിയിൽ കോൺഗ്രസിനെ എത്തിച്ച കോൺഗ്രസ് നേതൃത്വം തന്നെയല്ലേ? അല്ല, അത് കോൺഗ്രസ് നേതൃത്വം തന്നെ. കോൺഗ്രസിന് ലീഡർഷിപ്പിന് ഈ പക്വതയില്ലായ്മയുണ്ട് എന്നുള്ളത് വളരെ ശരിയാണ്. ലീഡർഷിപ്പിൽ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഒരു പ്രാപ്തിയുള്ള ഒരാളെന്ന് പറയുന്നത് സോണിയാജി തന്നെയാണ്. മറ്റൊരു ലീഡർഷിപ്പ് ഇല്ല. പിന്നെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിരിപ്പ് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ബഹുജന പ്രസ്ഥാനത്ത് നയിക്കാൻ പ്രാപ്തമായ ലീഡർഷിപ്പ് ഉണ്ട് എന്നുള്ളൊരു തോന്നൽ എനിക്കില്ല. ഞാൻ പൊതുഭീഷണത്തിൽ പറയുന്നതാണ്. അതുണ്ടെങ്കിൽ അവർ തെളിയിച്ച് കാണിക്കട്ടെ. അതിൻ്റെ ദൗർബല്യമാണ് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ആ മുന്നണി എന്ന് ഈ അവസ്ഥയിൽ നിൽക്കുന്നത്. കോൺഗ്രസിൻ്റെ കഴിവുകേടാണ്. കോൺഗ്രസ് അല്ലേ അതിൽ ചെയ്യേണ്ടത്. കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ ജനബന്ധമുള്ള ഒരു പാർട്ടി കോൺഗ്രസ് ആണല്ലോ. എല്ലാ സംസ്ഥാനങ്ങളിലുള്ള പാർട്ടിയും കോൺഗ്രസ്സാണ്. ആ കോൺഗ്രസ്സാണ് ഈ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടാണെങ്കിലും ഒരു ഗവൺമെൻറ് എന്ന് മുമ്പിൽ വെച്ചുകൊണ്ട് കോൺഗ്രസ്സാണ് ചെയ്യേണ്ടത്. അതിന് പകരം കോൺഗ്രസ് തന്നെ പല തട്ടിൽ ചിന്തിക്കുന്ന ഒരു അവസ്ഥയിൽ എത്തുന്നു എന്നുള്ളതാണ്. ഇപ്പം നിതീഷ് കുമാർ അടക്കം പോയതിൻ്റെ ഒരു കാരണം കോൺഗ്രസിൻ്റെ ഒരു ലീഡർഷിപ്പ് ഇല്ലായ്മയാണ്. കോൺഗ്രസിന് ലീഡർഷിപ്പിനെ നിങ്ങൾ കാണുന്നില്ല. ആ ലീഡർഷിപ്പിന് പക്വത ഇല്ലായ്മയല്ലേ അത്? ഇപ്പം തന്നെ ഇന്ത്യ മുന്നണി നിൽക്കുകയും കേരളത്തിൽ വന്ന് ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കുകയും ചെയ്യുന്ന സമീപനമല്ലേ രാഹുൽ ഗാന്ധി പുലർത്തുന്നത്? അതെ, രാഹുൽ ഗാന്ധി, അതാ ഞാൻ പറഞ്ഞത്, രാഹുൽ ഗാന്ധി ഒരു ദേശീയ നേതാവ് എന്ന ആ പരിവേഷിപ്പുണ്ടല്ലോ. പക്ഷെ അതനുസരിച്ച്
കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് ആവുന്നില്ല, ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ അവസ്ഥയിൽ. ഇനിയും നമുക്ക് കണ്ടറിയാം. അല്ല, വയനാട്ടിലാണ് ഇപ്പോൾ അദ്ദേഹം, വയനാട്ടിൽ നിന്നുള്ള MP ആണ്, വീണ്ടും വയനാട്ടിൽ മത്സരിച്ചേക്കുമെന്നുള്ള വാർത്തകളുമുണ്ട്. അതിൻ്റെ ആ സീറ്റ് CPI-യുടെ ആണ്. അല്ല, സീറ്റിൻ്റെ അല്ല, അതല്ല. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഹിന്ദി മേഖലയാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും കൂടുതൽ പേരുള്ളത്. ഹിന്ദി മേഖലയിൽ നിന്നാണ് കൂടുതൽ സീറ്റുമായി കോൺഗ്രസ് വരേണ്ടത്. ആ ഹിന്ദി മേഖലയിൽ രാഹുൽ ഗാന്ധിയെപ്പോലുള്ള നേതാവ് അവിടെ മത്സരിക്കാതെ ഈ കേരളം നോക്കി വരുന്നു, അതും മറ്റ് പാർട്ടികളുടെ കരുത്തിൽ മത്സരിക്കാൻ വേണ്ടി വരുന്നു എന്ന് വരുമ്പോൾ അത് നാളെ ഉണ്ടാകുന്ന കോൺഗ്രസ്സിനുണ്ടാകുന്ന തിരിച്ചടി ചെറുതല്ല. ഈ കോൺഗ്രസ്സിന് രാജ്യം ഭരിക്കാൻ മറ്റ് സംസ്ഥാനങ്ങളിൽ സീറ്റ് കിട്ടില്ല എന്ന് ഇപ്പോഴേ എഴുതാൻ വേണ്ടി ഒരു ചാൻസ് ഉണ്ടായി കൊടുക്കും. അതായത് ഉത്തരേന്ത്യയിൽ സ്വാധീനം ഇല്ല എന്നുള്ളത് അവർ തന്നെ സമ്മതിക്കുകയാണ്. അത് കാണിക്കുകയാണ്, പരോക്ഷമായി സമ്മതിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ലീഡർഷിപ്പിൻ്റെ ഏറ്റവും വലിയ കഴിവുകളത് ആ ദൗർബല്യമാണ് വരുന്നത്. കേരളത്തിൽ അവരെങ്ങനെ ചിന്തിക്കുന്നുള്ളത്? കേരളത്തിൽ പ്രതിപക്ഷമാണ്, അവരെന്തോ ചിന്തിച്ചോട്ടെ. പക്ഷെ ആ ചിന്തിക്കുന്നതല്ല, അവർ ലീഡർഷിപ്പോടൊന്ന് പറയണമായിരുന്നു, നിങ്ങൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇവരെന്നെ വിളിക്കുക, രാഹുൽ ഗാന്ധി ഇങ്ങോട്ട് വന്ന് എന്തിനാ ഇങ്ങോട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഇവിടെ വല്ല സീറ്റ് കിട്ടുമോ, അതാണ് അവരെ എന്ന് പറഞ്ഞാൽ സംഘടിതമായി ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് താണു പോകുന്നു എന്നുള്ളൊരു സത്യമാണ്. അത് എത്രത്തോളം താഴുന്നതെന്നുള്ളത് അവർ മനസ്സിലാക്കി. അല്ല, രാജ്യത്തെമ്പാടുമുള്ള പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസ് താഴുമ്പോൾ BJP-യുടെ ജയസാധ്യത വീണ്ടും കൂടുതലല്ലേ? അല്ല, താഴുമ്പം BJP-ന് ജയസാധ്യത കൂടും എന്നൊരു നിഗമനത്തിൽ നമ്മുടെ ഒരു കണക്ക് ശാസ്ത്രത്തിൽ അത് അങ്ങനെ ശരിയാണ്. പക്ഷേ അങ്ങനെ കണക്ക് കൂട്ടണ്ട. കാരണം BJP നമ്മുടെ രാജ്യത്തിലെ ജനങ്ങളെ ബോധപൂർവം ഭിന്നിപ്പിച്ച് പല വഴിക്കാക്കി മാറ്റുക. അത് നിങ്ങൾ കണ്ടില്ലേ, മണിപ്പൂർ മുതൽ ഇങ്ങോട്ട് നോക്കിക്കോ അടുത്ത കാലത്ത്. മാത്രമല്ല, രാജ്യത്തിൻ്റെ പല ഭാഗത്തുള്ള ഗ്രാമങ്ങൾ ഇപ്പം വളരെ വിഷമമാണ്. നമ്മുടെ പൊതുപ്രവർത്തകരുടെ സ്ഥിതി അതും അപകടകരമാണ്. വിദേശ സർവകലാശാലകൾക്ക് അനുവാദം കൊടുക്കാൻ പോകുന്നതായിട്ട് ബജറ്റിൽ പ്രഖ്യാപിച്ചു. പക്ഷേ അതൊരു ഇടതു നയത്തിൽ നിന്നുള്ള വ്യതിയാനമാണെന്ന് വലിയ വിവാദം നടക്കുന്നു. അല്ല, അതല്ല, ഇന്നത്തെ സാഹചര്യവുമായി ബന്ധപ്പെടുത്തി പരിശോധിക്കണം. അല്ല, സർവകലാശാല വരുന്നത് നല്ല കാര്യമാണ്. നമ്മളെ നാട്ടിൽ ഇപ്പം കുട്ടികൾ മിക്കവാറും വിദേശത്ത് പോയി അവിടെ താമസിച്ച് അവിടുത്തെ പൗരന്മാരാകും മിക്കവാറും. അത് തന്നെ ഇപ്പം അവിടുത്തെ ആളുകളിനെ വന്നിട്ട് NRIക്കാർ വന്നിട്ട് പറയുന്നത്, ഇനി കുട്ടികളെ ഏക്കല്ലേ, ഇനി അവിടെ വന്നാൽ അവർക്ക് ജീവിക്കാൻ പറ്റില്ല. അവരെങ്ങനെ ജീവിക്കുന്നത് പ്രശ്നമില്ല, അവിടെ ചെന്നാൽ അവർക്ക് ജോബും അതിൻ്റെ കൂടെ തന്നെ പഠനവും രണ്ടും കൂടിയാണ്. ഈ രണ്ടും കൂടി ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ മിക്കവാറും എല്ലുമുറിയെ പണിയെടുത്തിട്ട് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ചെറിയ കാര്യമല്ല. ആ പഠിക്കുന്ന ആളുകൾക്ക് നാളെ നമ്മുടെ നാട്ടിൽ സൗകര്യം ചെയ്ത് കൊടുക്കാനാണ് നമ്മൾ ചെയ്യുന്നത്. നയപരമായ കാര്യങ്ങൾ ഇപ്പം നിങ്ങൾ നയപരമായ കാര്യങ്ങൾ നമ്മളെപ്പം ഒരുപോലെ ചിന്തിക്കണം എന്ന് പറഞ്ഞാൽ സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മൾ ഉൾക്കൊള്ളാൻ നമ്മളെ പ്രേരിപ്പിക്കപ്പെടും. അല്ല, വിദേശ സർവകലാശാലകൾ വരുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ കുറേ കാലം കുറേ സമരം നടത്തി, കുറേ വിദ്യാർത്ഥികൾ അടികൊണ്ട്, കുറേ ആൾക്കാർ വെടിയേറ്റ് മരിച്ച്, ചിലർ ജീവച്ഛവമായി കഴിയുന്നു. അന്നേരം ഈ തെറ്റിദ്ധരുത്തൽ പ്രക്രിയ എന്ന് പറയുന്നത് അല്ലാന്നേ, അതെല്ലാം ഓരോ സാഹചര്യമാണ്. നമ്മളെ മാർക്സ് തന്നെ പറഞ്ഞൊരു കാര്യമില്ലേ, മാർക്സിസം എന്ന് പറയുന്നത് ലോകത്തിലെ ജനങ്ങൾക്കൊരു മാറ്റത്തിൻ്റെ തുടക്കം സൃഷ്ടിച്ച ഒരു പ്രത്യയശാസ്ത്രമുണ്ടല്ലോ. മാർക്സ് പറഞ്ഞിട്ടുണ്ട്, ഇത് അവസാന വാക്കല്ല, ലോകത്തിലെ മാറി വരുന്ന സാഹചര്യങ്ങൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ഇതിനെ കാലാകാലങ്ങൾ വികസിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞെടുത്തിന് നിൽക്കാൻ ഇത് മതപരമായ ഗ്രന്ഥമല്ല, നമ്മൾ അങ്ങനെ തന്നെ ചിന്തിക്കണം എന്ന് പറയുന്നത് ശരിയല്ല. നിങ്ങൾ പറയുന്ന സംഭവത്തിൽ വിദേശ സർവകലാശാലകൾ ഇവിടെ വരുന്നത് എങ്ങനെയാണ്? നിങ്ങൾ വരുന്നതെന്ന് പറഞ്ഞാൽ അവർ സ്വതന്ത്രമായി വരാനുള്ള അധികാരമൊന്നും കൊടുത്തിട്ടില്ല. അവൻ നമ്മുടെ നാട്ടിൽ നമ്മളുണ്ടാക്കുന്ന നിയമം അനുസരിച്ച് പ്രവർത്തിക്കാനാണ് വരുന്നത്. എളുപ്പമല്ല, പറയുന്നത് അത്ര എളുപ്പമല്ല. അല്ല, എളുപ്പമല്ല, അങ്ങനെയുള്ളവരുടെ വരും, അങ്ങനെയുള്ളവർ വരേണ്ട കാര്യമുള്ളൂ. കാരണം നമ്മളിവിടുത്തെ സാമൂഹിക ചുറ്റുപാടിൽ അവർ പ്രവർത്തിക്കണം, ഇവിടുത്തെ നിയമം അനുസരിച്ച് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞാൽ കുട്ടികളെ നിങ്ങൾ എടുക്കുന്നത്, സർവകലാശാലയിൽ കുട്ടികൾ എടുക്കുന്നത്, ആ ഫീസിനെ കുറിച്ച് ഇവിടുത്തെ നിബന്ധന നിങ്ങൾ അംഗീകരിക്കണം. അങ്ങനെ നിബന്ധനകൾ അംഗീകരിച്ചിട്ട് മാത്രമേ കൊണ്ടുവരൂ. അല്ല, ഇവിടുത്തെ സ്വകാര്യ സ്വാശ്രയ മേഖല തന്നെ അത് പൂർണ്ണമായിട്ട് അംഗീകരിച്ചിട്ടില്ല. അന്നേരം പിന്നെ വിദേശത്ത് നിന്ന് വരുന്നവർ അംഗീകരിക്കും. അല്ല, നോക്കാം, നമുക്കതിനു വേണ്ടി ഒരു ട്രൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏതിനും നമ്മളൊരു മുൻതൂക്കം പാടില്ല. എന്തായാലും കേരളം വിദ്യാഭ്യാസ രംഗത്ത് ഇത്രമാത്രം മുമ്പോട്ട് പോയില്ലേ? ആ മുമ്പോട്ട് പോയതിലൊരു വലിയ കാര്യം നടന്നത് രാജേഷിനത് അറിയാമെന്ന് വെക്കുക. നമ്മളെ കേരളത്തിൽ വിദ്യാഭ്യാസപരമായി മുന്നോട്ട് പോകുന്നതിന് ഒരു വലിയ സമ്പത്ത് ഇവിടുത്തെ നവോത്ഥാന പ്രസ്ഥാനമാണ്.
നവോത്ഥാന പ്രസ്ഥാനം തന്നെയാണ്. എന്നാൽ കേരളത്തിൻ്റെ ഈ മാറ്റത്തിൻ്റെ തുടക്കമെന്ന് പറയുന്നത് നവോത്ഥാന പ്രസ്ഥാനമാണ്. നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ പിൻഗാമികളായിട്ടാണ് ഇവിടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം വരുന്നത്. അതുകൊണ്ട് നമ്മുടെ നാട് അങ്ങനെ ഒരു സമ്പന്നമായ നാടാവുന്നത് ആ നാടിൻ്റെ വളരെ കരുത്തുള്ളൊരു മനസ്സുള്ളതുകൊണ്ടാണ്. ആ മനസ്സാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നമ്മളൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ CPI സ്ഥാനാർത്ഥിയായി മത്സരിക്കുമോ? ഞാൻ ഇതെല്ലാ തെരഞ്ഞെടുപ്പിലുള്ള രാജേഷേ, ഏത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ 2009 ഞാൻ ഒരു ടൈം പൂർത്തിയാക്കാതെ വന്നതാണ്. PK പോയതിന് ശേഷം നമുക്കൊരു വലിയ നഷ്ടമാണ് ഉണ്ടായത്. അന്ന് ഒരു ടൈം പൂർത്തിയാക്കാതെ ഞാൻ പാർലമെൻറ്റിൽ വന്ന് ഞാൻ കുറച്ച് കാലം ഞാനിവിടെ ഉണ്ടായിരുന്നു. 3 വർഷവും 4 മാസവും ജില്ലാനാമത്ത് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഞാൻ എന്നോട് അന്ന് പാർട്ടിയുടെ സെക്രട്ടറി ആയ സഖാവ് വെളിയമാണല്ലോ നമുക്ക്. എനിക്കൊരു ഗുരുനാഥനെ പോലെയോ രക്ഷിതാവിനെ പോലെയോ എല്ലാം വെളിയം എന്നോട് പറഞ്ഞ് നിങ്ങൾ ഒരു ടൈം കൂടി നിങ്ങൾ നിൽക്കണം, കാരണം നിങ്ങൾ തുടങ്ങിയല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞ ആശാനെ അന്ന് നിർബന്ധിച്ചാണ് നിന്നത്, അതുകൊണ്ട് ഇനി പറയണ്ട. അദ്ദേഹവും ഞാനും തമ്മിൽ എൻ്റെ മനസ്സും അദ്ദേഹത്തിനറിയാം. അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് നല്ല പിടിയുണ്ട്. പല കാര്യങ്ങളിലും എൻ്റെ മുന്നോട്ടുള്ള യാത്രക്ക് വെളിച്ചം കാണിച്ചത് വെളിയായിരുന്നു. ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം, അത് പിന്നെ നിങ്ങളോട് പങ്കുവെക്കാതെ കാര്യമാണ്. ഞാനൊരു സർക്കാർ വാഹനത്തിൽ കയറില്ല, ഒരു മന്ത്രീൻ്റെ കാറിലും കയറിയിട്ടില്ല, ഒരു മന്ത്രീൻ്റെ കാറിലും കയറില്ല. MP ആയിരുന്നപ്പോൾ MPൻ്റെ ബോർഡ് വെച്ചിട്ട് പോയില്ല. എന്താ കാരണം എന്നറിയോ? ഞാനിവിടെ അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആയിരിക്കുന്നു പാർട്ടീൻ്റെ, PKB സെക്രട്ടറി സഖാവ് വെളിയും ഞാനും അസിസ്റ്റൻറ്റ് സെക്രട്ടറിമാരാണ്. ഞാൻ ചടയമംഗലത്തൊരു ജനറൽ ബോഡിക്ക് പോയി, തിരിച്ച് ഞാനിങ്ങോട്ട് വരണം. ഞാൻ ബസ്സിനകത്ത് KSRTC ബസ്സല്ലേ, അപ്പോൾ വൈകുന്നേരം രാവിലെ ആ ജനറൽ ബോഡി ഒരു 3 മണിയാകുമ്പോഴേക്ക് ഞാൻ ഒഴിവായി. ഞാൻ ബസ്സിനിങ്ങനെ കാത്തു നിൽക്കുക, ഇങ്ങനെ ഏതാണ്ട്. അപ്പോൾ നിൽക്കുന്ന അവസരത്തിൽ ഒരു കാറ് വരുന്നു. ആ കാറ് കേരള സ്റ്റേറ്റ് കാറാണ്. ആ കാറിൻ്റെ അകത്ത് നമ്മുടെ കരിയൻ രവിയാണ് ആ കാറിനകത്ത് വരുന്നത്. നമ്മളെ ചന്ദ്രശേഖരൻ നായർ മിനിസ്റ്റർ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ അയാൾ എന്നെ കണ്ടപാട് ചാടി ഇറങ്ങി എന്നോട് രവിട്ട് എങ്ങോട്ട്? ഞാൻ പറയാം തിരുവനന്തപുരത്തേക്ക് എന്നൊക്കെ കയറുന്നു പറഞ്ഞു. ഞാൻ കയറി. ഞാൻ തിരുവനന്തപുരത്ത് വന്നിറങ്ങുമ്പം ആശാൻ പുറത്തിറങ്ങുക. ആശാൻ എന്നെ കണ്ട് എവിടെ പോയാൽ അപ്പോൾ ഞാൻ സംഭവമൊക്കെ പറഞ്ഞ് ഒരു ജനറൽ ബോഡി എങ്ങനെയുണ്ട് എല്ലാം പറഞ്ഞതിന് ശേഷം ആശാൻ പറഞ്ഞു ഞാൻ നാളെ കാണാമെന്ന് പറഞ്ഞു. അടുത്ത ദിവസം രാവിലെ ആശാൻ എന്നെ ക്യാബിനിൽ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഇന്നലെ ഏത് വണ്ടിയിലാണ് വന്നത്? ഞാൻ പറഞ്ഞു ഞാൻ കരിയൻ ടിവിൻ്റെ ഇവിടെ. നോ, കരിയൻ ടിവി വന്ന വണ്ടി ഏതാ? കേരള സ്റ്റേറ്റ് വണ്ടിയാണ്. നിങ്ങൾ CPIയുടെ സംസ്ഥാന അസിസ്റ്റൻറ്റ് സെക്രട്ടറിയാണ്. ഭരണം നമുക്ക് താഴെയാണ്, ഭരണത്തിന് മുകളിലുള്ള പാർട്ടിയാണ് നമ്പർ 1. ആ പാർട്ടി ലീഡറായ നിങ്ങൾ ഒരു ഭരണത്തിൻ്റെ പേരിൽ ആ സ്റ്റേറ്റ് കാറിൽ പോയെന്ന് പറഞ്ഞാൽ അതിനെ ആവർത്തിക്കരുത്. ഞാൻ പിന്നെ ആവർത്തിച്ചില്ലല്ലോ. അതൊക്കെ പാഠമാണ്. ഗുരുക്കന്മാരെ അങ്ങനെയുള്ള ഈ രവിയേട്ടനെ പോലുള്ള അങ്ങനെയുള്ള ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു വരുന്ന കാലം കൂടെയാണിത്. അല്ല അതല്ല, അതൊരു അന്നേരം പറഞ്ഞു വരുന്നത് ഒരു കാരണവശാലും മത്സരിക്കില്ലെന്നാണ്. ആര്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ അന്നേരം എടുത്ത തീരുമാനമാണ്. ഇനി അതിലൊരു മാറ്റമില്ല. പാർട്ടി സമ്മർദ്ദം ചെലുത്തിയാലും മാറില്ല. അല്ല അതെല്ലാം അങ്ങനെയൊക്കെ രാജേഷ് എന്നോട് തിരിച്ചും മറിച്ചും ചോദിച്ചുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ അങ്ങനെ ഒരു നിലപാടിലാണ് ഞാൻ നിൽക്കുന്നത്. മത്സരിക്കില്ല നിലപാടിലാണ്. കാരണം എന്താ പറഞ്ഞാൽ പിന്നെ പുതിയ ആളുകൾ വരണം, ആളുകൾ മത്സരിക്കണം. അങ്ങനെ മത്സരിക്കാതെ നമ്മൾ അന്ന് തന്നെ തീരുമാനിച്ചല്ലേ. നമ്മൾ പിന്നെ ടേം ഏർപ്പെടുത്തി. അതിന് ശേഷം അന്നൊക്കെ അതില്ലായിരുന്നു. ടേം ഏർപ്പെടുത്തി. ഇപ്പോൾ 2 വർഷം അസംബ്ലിയിലേക്ക് മത്സരിച്ചോടും. എല്ലാത്തിനും മത്സരത്തിനെല്ലാം നിയന്ത്രണമുണ്ട്, എല്ലാം ഏർപ്പെടുത്തി. പ്രായപരിധി ഉണ്ടോ? 75 വയസ്സ് കഴിഞ്ഞില്ല. അത് പക്ഷേ അങ്ങനെ ഒരു പ്രായപരിധി പാർട്ടിക്ക് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്തില്ല. അല്ല അത്ര ആക്റ്റീവായിട്ടുള്ള ആൾക്കാർ പെട്ടെന്ന് ഒരു മുന്നണിയിൽ നിൽക്കുന്നതെന്ന് പെട്ടെന്ന് ഒരു പദവിയിൽ നിന്നൊക്കെ മാറ്റിയത് ശരിയായിരുന്നു. അല്ലല്ല, അതൊന്നും ഒരു ശരിയല്ല, തെറ്റാന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഞങ്ങളൊക്കെ കൂടി തീരുമാനിച്ച. കാരണം എന്താ പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കും പോലല്ല. ചിലർക്ക് നിന്നിടത്തിന് നിൽക്കണം. അത് കമ്മ്യൂണിസ്റ്റുകാരിൽ വളരെ കുറവാണ് കേട്ടോ. എന്നാൽ ആ ഒരു അവസ്ഥയിൽ നിന്നൊരു മാറ്റം നമുക്ക് പൊതുവെ രാഷ്ട്രീയത്തിലുണ്ടാകും നല്ലതാണ്. അപ്പം ഞങ്ങളൊക്കെ കൂടി പറഞ്ഞു തന്നെയാണ് ഈ പ്രായപരിധി വേണമെന്ന്. അതിനുവേണ്ടി ഞാനന്ന് സെൻട്രലിൽ പിന്നെ കൺട്രോൾ കമ്മീഷൻ ചെയർമാനായിരുന്നു. കേരളത്തിൽ നിന്ന് ഞാൻ മാത്രമേ കൺട്രോൾ കമ്മീഷൻ ചെയർമാനായിട്ടുള്ള ഒരാൾ. ഇതിനു മുമ്പ് വേറെ ആരും ആയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു വലിയ പദവിയിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞ് നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടത് ചെറുപ്പക്കാർക്ക് പ്രോത്സാഹനം വേണം. ചെറുപ്പക്കാർ ഇതിങ്ങനെ കാത്തു നിൽക്കണമല്ലോ, കട്ടിൽ ഒഴിയുന്നുണ്ടോ നോക്കി കാത്തു നിൽക്കണമല്ലോ. അതിന് പകരം
അവർക്ക് അതിനുള്ള അവസരം കൊടുക്കണം. ഇത്രയൊക്കെ പ്രായപരിധി നിശ്ചയിക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ 2 ടേം നിശ്ചയിക്കുകയൊക്കെ ചെയ്തിട്ടും കേരളത്തിലെ ഈ 4 സീറ്റ് CPI ഉള്ളതിൽ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ നെട്ടോട്ടോടുകയല്ലേ? അതുകൊണ്ടല്ലേ ജനകീയനായ നേതാവെന്നുള്ള നിലയിൽ വീണ്ടും താങ്കൾ മത്സരിക്കണമെന്ന് ആവശ്യം? നെട്ടോട്ടോടുമൊന്നുമില്ല. താങ്കൾ മത്സരിക്കണമെന്നുള്ള ആഗ്രഹം വീണ്ടും വീണ്ടും വരുന്നത് ജനകീയരായിട്ടുള്ള നേതാക്കളുടെ അഭാവമല്ലേ? അല്ല, അതൊക്കെ അങ്ങനെയൊക്കെ നിങ്ങൾ വ്യാഖ്യാനിച്ചാൽ എന്താ ചെയ്യുക? നേതാക്കന്മാരെല്ലാം ഉണ്ടാവും, അവർക്ക് അവസരം കിട്ടുന്നുണ്ടാവില്ല. ഞാനിപ്പോൾ പറയാം, ഞാനിവിടെ വന്നിട്ടിപ്പോൾ 40 വർഷമായി തിരുവനന്തപുരത്ത് വന്നിട്ട്. തിരുവനന്തപുരത്ത് ഞാൻ വന്ന യൂത്തിന് നേതാവായിട്ട് അതിന് വന്നിട്ട് പിന്നെ ഞാൻ തിരുവനന്തപുരത്തിൻ്റെ ആയി. തിരുവനന്തപുരം എൻ്റെ ഒരു പ്രവർത്തന കേന്ദ്രമായി. ഈ തിരുവനന്തപുരം പ്രവർത്തന കേന്ദ്രമായിട്ട് ഞാൻ കണ്ണൂർ പോയി സെക്രട്ടറി ആയിരുന്നു. കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയപ്പോൾ എൻ്റെ അടുത്ത് കൂട്ടിക്കൊണ്ടിരുന്ന PKV PKV പറഞ്ഞു അവിടെ വരണം, ഇവിടെ ഒന്ന് സെക്രട്ടേറിയറ്റ് മെമ്പറായി. സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ട് പിന്നെ ഞാൻ തിരിച്ചങ്ങോട്ട് പോയിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ വീട്ടിൽ എന്തെങ്കിലും പോവും വരും എന്ന് മാത്രമാണ്. പലരും എന്നോട് ചോദിക്കുന്നൊരു കാര്യമുണ്ട്, രാജേഷേ, നിങ്ങളെന്താ ഇവിടെ ഒരു വീട് എടുക്കാഞ്ഞേ? നിങ്ങൾക്കെന്താ ഇവിടെ ഒരു വീടുണ്ടായിക്കൂടെ? ഒരു വീട് നിങ്ങളുടെ ഭാര്യനെ ഇങ്ങോട്ട് കൊണ്ടുവരും, നിങ്ങളെന്തൊരാളാ ഭാര്യനെ കൊണ്ടുവരാതെ? സംഭവം ശരിയാണ്, ഭാര്യയെ കൊണ്ടുവരണം, വീട് ഇവിടെ ആക്കണം എന്നൊക്കെ പറഞ്ഞാൽ എവിടുന്ന കാശ്? ഒരു പൊതുപ്രവർത്തകന് എവിടുന്ന് അത്ര കാശ്? എനിക്കുള്ള വരുമാനം ഞാൻ പരസ്യമായിട്ട് പറയാലോ, എനിക്ക് കിട്ടുന്നത് 25,000 രൂപയാണ് പെൻഷൻ. ആ പെൻഷൻ 25,000 രൂപേൻ്റെ പാർട്ടിന് ലഭ്യ കൊടുത്തു, അല്ല 21,000 രൂപ കയ്യിലുണ്ടാവും. ഈ കാശ് കൊണ്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ആ പ്രവർത്തിക്കുന്നതിന് പിന്നെ പാർട്ടിയിൽ നിന്ന് വേറെ കാശൊന്നും വാങ്ങലില്ല. അങ്ങനെയല്ലേ പ്രവർത്തിക്കുന്നത്. പിന്നെ ഞാൻ എങ്ങനെ ഒരു വണ്ടി എടുക്കുക? ഞാൻ എങ്ങനെ ഒരു വീട് പിന്നെ മെയിൻറ്റെയിൻ ചെയ്യുക? എൻ്റെ ഭാര്യനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരിക? ഒരു വീട് വേണമെങ്കിൽ റെയർ സ്പീഷീസാണത്. അല്ല വീട് നിൽക്കുന്ന വംശം അല്ലാതെ വീട് പന്ന്യൻ രവീന്ദ്രനെ പോലുള്ള എത്ര നേതാക്കൾക്ക് ഇങ്ങനെ പറയാൻ കഴിയും? അതല്ല ഞാൻ പറയുന്നത് രാജേഷേ, ഒരു വീട് ഇവിടെ വാടക എടുക്കണമെങ്കിൽ തിരുവനന്തപുരത്ത് 10,000 വേണം. എൻ്റെ ഭാര്യ വന്ന് ഇവിടെ താമസിക്കണമെങ്കിൽ അതിന് ചിലവ് വേറെ വേണം. പക്ഷേ വന്ന് രാഷ്ട്രീയത്തിൽ വന്ന് സമ്പന്നരായി മാറിയിട്ടുള്ളവരുടെ ചിത്രമല്ലേ പൊതുചിത്രം. അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, അതിലൊന്നും അല്ല പ്രശ്നം. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നമ്മൾ ചില നിശ്ചിത നിലപാട് വേണം. ഇപ്പോൾ തിരുവനന്തപുരത്ത് വന്നിട്ട് 40 വർഷമായെന്ന് പറയും. തിരുവനന്തപുരത്തെ കമ്മ്യൂണിസ്റ്റുകാർ കുതികാൽ വെട്ടികളും കുലംകുത്തികളുമാണെന്നും കണ്ണൂരിലുള്ളവരാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എന്നും പറയുന്നവരുണ്ട്. CPM CPI-യിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഉണ്ടോ? അത് അല്ല, ഞാനിവിടെ വരുന്നതിന് മുമ്പ് ഈ തിരുവനന്തപുരത്തെക്കുറിച്ച് പലതും കേട്ടിരുന്നു. ആ കേട്ടതൊക്കെ സത്യവുമായി ഒരു ബന്ധുവില്ലാത്ത കാര്യമാണ് എനിക്ക് ഇവിടെ വന്നപ്പോൾ ബോധ്യമായി. കാരണം തിരുവനന്തപുരത്തൊരു നല്ല മനസ്സുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആ മനസ്സെന്ന് പറയുന്നത് ഇവിടെ എല്ലാം കണ്ട മനസ്സാണ്. രാജഭരണത്തിൽ എല്ലാം കണ്ട മനസ്സാണ്. ആ രാജഭരണത്തിൽ തന്നെ വില്ലുവണ്ടി സമരവും കണ്ടത് ഇവിടുന്നാണ്. ആ രാജഭരണത്തിൻ്റെ കാലത്ത് തന്നെ സവർണ മേധാവിത്വത്തിനെതിരായി നമ്മുടെ സാക്ഷാൽ ശ്രീനാരായണ ഗുരു പോയി ക്ഷേത്രപ്രതിഷ്ഠ നടത്തിയത് കണ്ടത് ഇവിടെയാണ്. ഈ നന്മയോടൊരു നാടായി ഈ നാട്. ആ നാടിൻ്റെ നന്മ ആര് പറഞ്ഞാലും ഇല്ലാതാക്കാൻ കഴിയുമോ? പക്ഷേ നിങ്ങൾ ഇത്തവണ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ പിന്നെ ആശാനെക്കുറിച്ച് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കണം, കുമാരൻ ആശാനെക്കുറിച്ച്. ആശാൻ ഇവിടെ രവീന്ദ്രനാഥ് ടാഗോർ വന്ന്, നമ്മളെ നവോത്ഥാന പ്രസ്ഥാനത്തെ പറ്റി വേറൊരു സമയത്ത് നമുക്ക് സംസാരിക്കാൻ നോക്കുന്നത്. രവീന്ദ്രനാഥ് ടാഗോർ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് പിന്നെ ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീനാരായണ ഗുരുവിനെ നേരിട്ട് അറിഞ്ഞവർ 3 പ്രധാനപ്പെട്ട ആളുകളാണ്. അത് ഒന്ന് സ്വാമി വിവേകാനന്ദൻ്റെയാണ്, രണ്ടാമത്തെ മഹാത്മാഗാന്ധി, 3 ടാഗോർ. എന്നാൽ ടാഗോർ ഇവിടെ വന്ന് ഒരു വലിയ സമ്മേളനം ഉണ്ടായിരുന്നു. ആ സമ്മേളന സംഘാടകർ ടാഗോറിനെ സ്വീകരിക്കാൻ വേണ്ടി സ്വാഗതഗാനത്തിന് ആളുകളെ ഏർപ്പാട് ചെയ്ത്. അപ്പം 3 പ്രമാണിമാരുണ്ടായിരുന്നു. ഒന്ന് ഉള്ളൂർ, ഒന്ന് മള്ളൂർ, ഒന്ന് ലക്ഷ്മണപിള്ള, 3 പേര്. 3 പേരെ തയ്യാറാക്കി. അപ്പം നമ്മുടെ ഇത് വന്നപ്പം ഇവിടെ ആശാനുണ്ട്. ആശാനെ ഇവിടെ ആരും ആലോചിച്ചില്ല ആശാനെക്കുറിച്ച്. അപ്പം അങ്ങനെ വന്നപ്പം നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനത്തിൽ ഈ വളരെ പ്രധാനമായ C കേശവനില്ലേ, കേശവൻ സാറുമല്ല പോയി ഇദ്ദേഹത്തെ കണ്ടു. അവരെ സംഘാടകരോട് ചോദിച്ചു, എന്താ ആശാനില്ലാതെ? ഒരുപാട് തർക്കത്തിന് ശേഷം അവർ പറഞ്ഞു, ഒന്ന് ആശാനെ ഉൾപ്പെടുത്താം. അങ്ങനെ ആശാന് സ്വാഗതഗാനത്തിന് ആശാനെ കൂടി ഉൾപ്പെടുത്തി. ഒരു വാക്കേ ഉള്ളൂ, ഞാൻ എഴുതാം, പക്ഷെ നിങ്ങൾ പാടണം. എന്നാൽ അവിടെ ആ സംഭവം നമുക്കിപ്പോൾ ചരിത്രത്തിൽ ഇപ്പോൾ ഒരു ഓർമ്മയാണ്. പഴയ ആളുകളിൽ നിന്നാണ് എനിക്കത് അറിഞ്ഞത്. എന്താ അവസാനം ഉണ്ടായെന്ന് പറഞ്ഞാൽ, ടാഗോറിന് അഭിവാദന ഗാനം 3 പേര് പാടി, പക്ഷെ സദസ്സ് നിശബ്ദമായിരുന്നു. 4മത്തത് പാടിയപ്പം സദസ്സ് നീണ്ട കരഘോഷമാണ്. എല്ലാം കഴിഞ്ഞപ്പം
ഇദ്ദേഹം ചോദിച്ചു ഇത് ആരാന്ന് എഴുതിയെന്ന് ചോദിച്ചു. അപ്പോൾ ആശാനെക്കുറിച്ച് പറഞ്ഞു, ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ആശാനെ കെട്ടിപ്പിടിച്ച് അതിൽ ടാഗോർ. നമ്മുടെ നാടിൻ്റെ നന്മ ചെറുതല്ല. അല്ല, കണ്ണൂരിലെ ഒരു ആധിപത്യം പൊതുവെ CPM-ലില്ലേ? കണ്ണൂരിൻ്റെ ആധിപത്യം എന്താണെന്ന് പറഞ്ഞാൽ അതിനൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ അത് തെറ്റായി വ്യാഖ്യാനിക്കുന്ന. കണ്ണൂർ സാമ്രാജ്യത്തിനെതിരായ പോരാട്ടത്തിൻ്റെ നാടാണ്. കാരണം കണ്ണൂർ ബ്രിട്ടീഷ് മലബാറായിരുന്നു. ആ ബ്രിട്ടീഷ് മലബാറുള്ള അനീതി ഇവിടെയില്ല. ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, അവിടെ വിദ്യാഭ്യാസ സ്ഥാപനമില്ല. കണ്ണൂർ എന്ന് പറയുന്ന ഇതും തമ്മിലുള്ള അജഗജാന്തരമുണ്ട്. ബ്രിട്ടീഷുകാരെന്താ ഉള്ളത് മുഴുവൻ പെറുക്കി കൊണ്ടുപോയി ചെയ്യും, അവനൊന്നും ഇവിടെ ചെയ്യില്ല. നമുക്ക് കോളേജില്ല, സ്കൂളുകളില്ല. സ്കൂളുകൾ വന്നത് എങ്ങനെയാണ്? സ്കൂളുകൾ വന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ? PT ഭാസ്കര പണിക്കർ ഡിസ്ട്രിക്റ്റ് ബോർഡ് പ്രസിഡൻ്റ് ആയപ്പോൾ 52-ലാണ് നമ്മുടെ നാട്ടിൽ 1001 ഏകാധ്യാപക സ്കൂളുകൾ ഉണ്ടായത്. നമുക്ക് എവിടെയാണ് സ്കൂളുകൾ പഠിക്കാനിടയാണ്? അവിടെ BA-ക്കാരെന്ന് പറഞ്ഞാൽ എവിടെ ഉണ്ടാവും? അവിടെ ആ ഒരു അവസ്ഥ അവിടെ ഉണ്ടായിരുന്നത്. ഇവിടെ കോളേജുകളും മറ്റ് സംവിധാനങ്ങളുണ്ട്. എന്തിനിവിടെ മ്യൂസിക് കോളേജ് വരെ വന്നില്ലേ? ഇപ്പം നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ 19-1 ഇത്തവണ എങ്ങനെയായിരിക്കും ചിത്രം? ഇത്തവണ നമ്മൾ നല്ല സീറ്റ് നേടും. 2 കാരണം കൊണ്ടത്. കാരണം ജനങ്ങളെല്ലാം അറിയുന്നവരാണ് ഈ കേരളത്തിലെ ജനങ്ങൾ. ഒന്നറിയുന്നതെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ ഒരു നവോത്ഥാനത്തിൻ്റെ പാരമ്പര്യമുള്ള മണ്ണിലാണ് ഈ ജനങ്ങൾ നിൽക്കുന്നത്. നമ്മളിവിടെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയുമെല്ലാം ഒരു കുടുംബത്തിനങ്ങളെപ്പോലെ ഈ നാട്ടിൻ്റെ ഒരു സാഹോദര്യം അതാണ്. ആ നാട് കാണുക ഇന്ത്യ. ഇന്ത്യയിൽ ഒരു മതാധിഷ്ഠിത ഭരണം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക BJP. ആ BJPക്കെതിരായി രാജ്യത്ത് വളർന്നു വരേണ്ട ഒരു മുന്നണിയെക്കുറിച്ച് ആലോചിക്കുന്നത്. മോദി ഫാക്ടർ ഇവിടെ വില പോവില്ലേ? അല്ല, അത് മതനിരപേക്ഷ മുന്നണിയാണ്. ഞാൻ പറഞ്ഞേക്കാം, മതനിരപേക്ഷ മുന്നണിയാണ്. ആ മതനിരപേക്ഷ മുന്നണിയിൽ ജനങ്ങൾക്ക് വിശ്വസിക്കാവുന്ന പ്രസ്ഥാനം ഏതാ? ഇടതുപക്ഷ പ്രസ്ഥാനമാണ്. കോൺഗ്രസിനെ എങ്ങനെ വിശ്വസിക്കുന്ന ജനങ്ങൾ? കോൺഗ്രസിനെ വിശ്വസിക്കാൻ പറ്റില്ല. ജനങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഇടതുപക്ഷ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് അനുകൂലമായി കേരളത്തിൽ കൂടുതൽ സീറ്റ് വരുന്ന കാര്യത്തിൽ രാജേഷേ സംശയം. മോദിയുടെ സ്വാധീനം കേരളത്തിൽ വർദ്ധിച്ചു വരുന്നു എന്ന് പറയുന്നുണ്ട്, ശരിയാണോ? എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ പറയുന്നത് മോഡി 2 തവണ തൃശ്ശൂരിൽ വന്നു. മോഡി അല്ലേ? ജനപിന്തുണ വളരെയധികം ജനപിന്തുണ കൂടിയാണ് 2 തവണ വന്നത്. ഒരിക്കലുമല്ല. മോഡിൻ്റെ ജനപിന്തുണ കൂടി എന്ന് പറയുന്നത് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. എനിക്ക് മാത്രമല്ല, താങ്കളൊരു പത്രപ്രവർത്തന, താങ്കൾക്ക് എന്നോട് സംസാരിക്കുമ്പം പറയുന്ന പോലെ അല്ല. അടുത്ത തവണ അന്നേരം BJP എതിർ ഗവൺമെൻറ് കേന്ദ്രത്തിൽ വരുമെന്നാണ്? തീർച്ചയായിട്ടും. അല്ല, ആ ഗവൺമെൻറ് വരുന്നതിന് വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മിക്കവാറും ഈ കാണുന്ന ശൈഥില്യങ്ങൾ അപ്പോഴേക്ക് അവസാനിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. തെരഞ്ഞെടുപ്പ് ഒരു അനുഭവ പാടായിരിക്കും അവർക്ക്. കാരണം ഇവിടെ നമുക്ക് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിന്തുണക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് നല്ല വിജയം ഇവിടെ നേടിയെടുക്കാൻ കഴിയും. ഈ കാണുന്ന പുറത്ത് കാണുന്ന ഈ ഏർപ്പാടുകളൊന്നും നിങ്ങൾ അങ്ങോട്ടുണ്ടാവില്ല. ജനമനസ്സുകളിൽ അതിൻ്റെ യഥാർത്ഥമായ സത്യം അവരെ മനസ്സുകളുണ്ട്. അവരെ മീഡിയ വായിക്കുന്നവരാണ്, പത്രം വായിക്കുന്നവരാണ്, എല്ലാം കാണുന്നവരാണ്. എന്തായാലും അവരെല്ലാം കാണുന്നവരാണ്. അല്ല, അവർ ജനാധിപത്യത്തിൻ്റെ ഈ കാലത്ത്, ജനാധിപത്യം ഇത്രമാത്രം വളർന്നൊരു കാലത്ത് നമ്മുടെ രാജ്യം പോലൊരു രാജ്യം ഏതാണ്ട് രാജഭരണത്തിൻ്റെ വഴിയിലേക്ക് പോകുന്ന ഒരു സ്ഥിതി അവർ കാണൂല്ല എന്ന് നിങ്ങൾ ധരിക്കണ്ട. ജനങ്ങൾ അതൊക്കെ കാണുന്ന ആളുകളാണ്. ജനങ്ങൾ അത് സ്വീകരിക്കില്ല. കാരണം കേരളത്തിലെ ജനങ്ങൾ സൗഹാർദ്ദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും നാട് നിലനിർത്തുന്നതിന് വേണ്ടി നിൽക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഏറ്റവും ജനകീയനായ ഒരു കമ്മ്യൂണിസ്റ്റാണ്. ജീവിതത്തിൽ എന്താണ് ഏറ്റവും പഠിച്ചത് ഈ ഇത്രയും കാലയളവിൽ? ചുരുക്കി പറയാവുന്ന വാക്കുകൾ. ജീവിതത്തിൽ എൻ്റെ പാഠമെന്ന് പറയുന്നത്, നമ്മൾ അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ട് അതുപോലെ കിട്ടും. നമ്മൾ നന്മയാണ് അങ്ങോട്ട് കൊടുക്കുന്നെങ്കിൽ നന്മ ഇങ്ങോട്ട് തിരിച്ചു കിട്ടും, ഉറപ്പാണ്. അത് റിസൾട്ട് ഉണ്ടാവും. പക്ഷേ ചതിയുടെയും വഞ്ചനയുടെയും ലോകമല്ലേ? ചതിയുടെയും വഞ്ചനയുടെ ലോകമാണ്. അതിനെല്ലാം തന്നെ ശിക്ഷയുണ്ട്. ആ ശിക്ഷ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശിക്ഷയല്ല, ഈ നാട്ടിൻ്റെ ശിക്ഷ തന്നെയുണ്ട്. ഞാനിപ്പോൾ പറയാം, നമുക്ക് എത്ര പേരെ നമുക്കറിയാം ഇവിടെ. ഈ പേര് അറിയുന്ന ആളുകളെല്ലാം തന്നെ നമ്മളെ കൺമുമ്പിൽ വെച്ച് ഇവരെല്ലാം കഴിയുന്നത് അല്ലേ? നമ്മൾ എന്തൊക്കെ കാലം എല്ലാത്തിനും കണക്ക് പറയുന്നതാണോ? അതെ, കാലം കണക്ക് പറയും, ഉറപ്പാണ്. അതുറപ്പാണ്. അത് വിശ്വാസം വേണ്ട. ഞാൻ ദൈവവിശ്വാസിയല്ല, പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, യഥാർത്ഥ വിശ്വാസി ഒരുപാട് തെറ്റിയില്ല. തെറ്റിയുമ്പം അദ്ദേഹത്തിന് ഭയമുണ്ട്. ആരെ? ദൈവത്തെ. ഞാൻ ഒരു ദൈവവിശ്വാസിയല്ല, പക്ഷെ എനിക്ക് തെറ്റിയാൻ കഴിയില്ല. എനിക്ക് ഭയമുണ്ട് നിങ്ങളെ, ഈ നാട്ടിലെ ജനങ്ങളെ. നമ്മുടെ ഓരോ ചലനങ്ങളും നിരീക്ഷിച്ച്
ആ ചലനത്തിന് അപ്പം തന്നെ റിസൾട്ട് വിധി എഴുതുന്ന ആളുകളാണ് ജനങ്ങൾ. അതുകൊണ്ട് ജനങ്ങളെ മുമ്പിലൊന്നും മറച്ചു വെക്കാൻ കഴിയില്ല. ജനങ്ങളാണ് നമ്മുടെ മുമ്പിൽ എല്ലാത്തിൻ്റെയും ദൈവം എന്ന് പറയുന്നത്. എൻ്റെ ദൈവം ജനങ്ങളാണ്. ജീവിതത്തിൽ ആരെങ്കിലും തല്ലിയിട്ടുണ്ടോ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിലോ? ഇല്ല. ഇല്ല. ഞാനൊരാളെയും തല്ലിയിട്ടില്ല. ഒരുപാട് തല്ല് വാങ്ങിയിട്ടുണ്ട്. പക്ഷേ രാഷ്ട്രീയ തല്ല് എനിക്ക് കിട്ടിയില്ല. രാഷ്ട്രീയത്തിൽ അതൊരു വലിയ മാറ്റമാണ്. 1964 ഞാൻ 64 പാർട്ടി മെമ്പർഷിപ്പ് എടുക്കുന്ന 64 ജനുവരിയിലാണ്. അന്ന് എനിക്ക് പാർട്ടി മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ എനിക്ക് 16 വയസ്സ് തികഞ്ഞിട്ടില്ല. 16 വർഷം കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ പാർട്ടിക്കാരെല്ലാവരും കൂടി പറഞ്ഞു അത് പറ്റില്ല, ഒരു മെമ്പർഷിപ്പ് എനിക്ക് തന്നു. ഞാൻ ബാലസംഘത്തിൻ്റെ നേതാവായിരുന്നു. മെമ്പർഷിപ്പ് വന്ന് 3 മാസം കൊണ്ട് പാർട്ടി പടർന്നു. അങ്ങനെ പടർന്ന് ഞാൻ CPIൻ്റെ കൂടെ തന്നെ നിന്ന് പിന്നെ പിളർന്നു പോയി പാർട്ടി. നമ്മുടെ നാട്ടിൽ ഏറ്റവും ഭൂരിപക്ഷം CPMകാരാണ്. പക്ഷേ CPIയും CPMും തമ്മിൽ 1969 ശേഷം 70 ആകുമ്പോൾ തമ്മിൽ വലിയ പോരായിരുന്നു. ആ പോരിൽ തല്ലുകൊള്ളാത്ത CPIക്കാർ ആരുമില്ല. CPMകാരുടെ കല്ല കിട്ടിയിട്ടുള്ളത് അല്ല, ആരുമില്ല. അതിൽ ഞാൻ മാത്രമേ ഒഴിഞ്ഞിട്ടുള്ളൂ. അല്ല, CPMകാരുടെ തല്ല് കിട്ടിയിട്ടുണ്ടോ? ഇല്ലില്ല, കിട്ടിയിട്ടില്ല. ഞാൻ മാത്രമേ ഒഴിഞ്ഞിട്ടുള്ളൂ. എന്താ കാരണം എന്നറിയോ? ഞാൻ ഫുട്ബോൾ കളിക്കാരനാണ്. കണ്ണൂർ ഫുട്ബോളിൻ്റെ നാടാണ്. ഫുട്ബോൾ എല്ലാവരും കൂടി ഒരുമിച്ചാണ് ഫുട്ബോളിൽ. അതുകൊണ്ട് തല്ല് കിട്ടാറ് അതിൻ്റെ ഒരു ആനുകൂല്യം എനിക്കും കിട്ടി എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് സത്യം. ജീവിതത്തിൽ ആരോടെങ്കിലും വൈരാഗ്യം തോന്നിയിട്ടുണ്ടോ? അങ്ങനെ എനിക്ക് തോന്നില്ല. ഇല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ തെറ്റുണ്ടെങ്കിൽ തെറ്റ് പറയും. പിന്നെ അതിൻ്റെ പേരിൽ മാത്രം ഈ ജീവിതകാലം മുഴുവൻ തെറ്റായിട്ട് നിൽക്കില്ല. ഒരാൾ വരെ രാജേഷ് വരെ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് വഴക്കായി എന്ന് വെച്ചോ, എനിക്ക് നിങ്ങളുമായിട്ട് പിന്നെ നേരെയായാലും മാത്രമേ എനിക്ക് സമാധാനം ഉണ്ടാവും. നിരാശ തോന്നിയിട്ടുണ്ടോ? ഇല്ല, നിരാശ തോന്നിയില്ല. രാഷ്ട്രീയത്തിൽ നിരാശ തോന്നിയില്ല, ഒന്നുമില്ല. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എന്തും സഹിക്കാനും പഠിക്കാനും എന്നെ ഉപദേശിച്ച എൻ്റെ അമ്മയാണ്. അമ്മ പറഞ്ഞത് എപ്പോഴും പറഞ്ഞത്, എന്ത് വീട്ടിലില്ലെങ്കിലും പുറത്ത് പറയരുത്. ഒരു ഉദാഹരണം നിങ്ങൾ കേട്ടോ. ഞാൻ ട്രേഡ് യൂണിയൻ്റെ സെക്രട്ടറി ആയിരുന്നു കണ്ണൂരിൽ. 4 യൂണിയനുകളുടെ സെക്രട്ടറി ആയിരുന്നു. ഒരു യൂണിയനിൽ ഞാൻ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ആ യൂണിയൻ ബോണസിന് വേണ്ടി ആർഗ്യുമെൻ്റ് വന്നു. ബോണസിന് ആർഗ്യുമെൻറ്റിൽ ഞാൻ പുതുതായ സെക്രട്ടറി ആയിട്ട് വന്നതാണ്. ഞാൻ 20% ചോദിച്ച്, ലാഭമുണ്ട്. തർക്കിച്ച് 18% കിട്ടി. അതിന് മുമ്പത്തെ വർഷം കിട്ടിയതിനേക്കാളും ഇരട്ടിയിലധികം കാശ്. അവരെന്ത് ചെയ്ത്, അവർ ഓണത്തിന് മുമ്പ് എല്ലാവരും പങ്കെടുത്തിട്ട് 5000 രൂപ എൻ്റെ വീട്ടിൽ കൊണ്ട് കൊടുത്തു. അതിൻ്റെ കൂടെ കുറച്ച് തുണിയും ഏർപ്പാടൊക്കെ. എൻ്റെ അമ്മയേ ഉള്ളൂ. അമ്മയെല്ലാം കണ്ട് അമ്മയോട് പറഞ്ഞ് ഇതൊക്കെ സംഭവമൊക്കെ പറഞ്ഞ് അമ്മയോട് പറഞ്ഞ് 5000 രൂപയുണ്ട്, ഒന്ന് അദ്ദേഹം അതാ കൊടുക്കണം, ഓണം കഴിക്കാനല്ലേ. അപ്പോൾ അമ്മ ഞാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞ്, ഇവരിതെല്ലാമായിട്ട് വന്നിന് ഞാനെല്ലാം തിരിച്ചയച്ച് എനിക്ക് തന്നോടാൻ പറഞ്ഞ്, അത് നമുക്ക് വേണ്ട മോനെ, അതവരെ വിയർപ്പിൻ്റെ വിലയാണ്, നമുക്ക് വേണ്ട. പക്ഷെ അത് വാങ്ങുന്ന ഒരുപാട് നേതാക്കളുണ്ട്. അമ്മ എന്നോട് പറഞ്ഞതാ, ആ വാക്ക് ഞാൻ എന്നും പാലിക്കുക. ഒരു പ്രസൻറ്റേഷൻ ഞാൻ വാങ്ങില്ല. കാരണം അതിൻ്റെ കാര്യമില്ല. കൈക്കൂലിയുമായിട്ട് ആൾക്കാരെ സമീപിച്ചിട്ടുണ്ടോ പാർട്ടി സെക്രട്ടറി ആയിട്ടിരുന്നപ്പോൾ? പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ എന്നെ അറിഞ്ഞുകൊണ്ട് ആരും വരില്ല. അത് വരില്ല. മറ്റ് പല രീതിയിലും ഒക്കെ നോക്കിയിട്ടുണ്ട്, പക്ഷേ അത് വരില്ല. ഈ ജീവിതത്തിൽ ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു, അങ്ങനെയുള്ള ഒരുപക്ഷേ കാൽപ്പനികമായ ചിന്തകളെല്ലാം ഉണ്ടായിരുന്നു. എപ്പോഴെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു ഉള്ളു തട്ടിയ പ്രണയമൊന്നും ഉണ്ടായില്ല. അന്നേരം ഒരു ചാബല്യം, പ്രണയചാബല്യം പോലെ അപ്പുറം ഇപ്പുറം പറയുന്നല്ലാതെ പിന്നെ ഈ പ്രണയത്തിൻ്റെ ഈ മാറിയ വഴിയൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. അന്ന് പ്രണയത്തിന് എന്തിനും ഒരു നേരിൻ്റെ വഴി ഉണ്ടായിരുന്നു. അതല്ലാതെ പ്രണയലേഖനമൊക്കെ അങ്ങനെ കൊടുക്കുകയെന്നല്ലാതെ അന്ന് കവിത എഴുതിയിട്ടുണ്ട്. കവിത എഴുതിയിട്ട് അന്ന് എഴുതിയ കവിതകൾ പിന്നെ കവിത എഴുതി നിർത്തിയ പിന്നെ നിങ്ങളെ പത്രത്തിലാണ് കവിത വരാൻ തുടങ്ങി. പ്രണയാഭ്യർത്ഥനയാണോ കവിതയായിട്ട് എഴുതിയത്? പ്രണയാഭ്യർത്ഥന കവിതയായിട്ട് വന്നിട്ടുണ്ട്. മാത്രമല്ല കവിത എഴുതിയിട്ട് ആ കവിത പത്രത്തെ പ്രസിദ്ധീകരിച്ച് അത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ കവിത എഴുതിയിട്ട് അന്ന് പത്രങ്ങൾക്കെല്ലാം അയച്ചു കൊടുക്കും. എല്ലാം കൃത്യമായി ചവറ്റുകൊട്ടേ പോവും. അവസാനം പിന്നെ എല്ലാവരും കൂടി പറഞ്ഞ ഒരു കാര്യം ചെയ്യും, പേര് മാറ്റി എഴുതാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളും ഒരു പേര് ഗവേഷണം നടത്തി. പേര് പ്രമീള എന്ന് വെച്ച്, PRA വരുമല്ലോ, പ്രമീള എന്ന പേരിൽ ഒരു പെണ്ണ സൃഷ്ടിച്ച് ഒരു കവിത എഴുതി അയച്ച് മാതൃഭൂമി വീക്കരി പ്രസിദ്ധീകരിച്ച്. അത് ദാഹം എന്ന് പറയുന്നൊരു കവിതയാണ്. അപ്പോൾ പ്രസിദ്ധീകരിച്ച് അതിന് 25 രൂപയുണ്ട്. പ്രസിദ്ധീകരിച്ച് പ്രമീള എന്ന പേരിലാണ് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ കവിത വന്ന് ഞാൻ ആ കവിത എടുത്തിട്ട് മാതൃഭൂമി എടുത്ത് തോളിൽ വെച്ച് എന്തൊരു സന്തോഷമായിരുന്നു അറിയാം. ആദ്യമായൊരു കവിത മാതൃഭൂമിയിലാണ് വന്നിരിക്കുന്നത്.
ആ സന്തോഷത്തോടെ എടുത്ത് വെച്ച് ഞാൻ ബീഡി കമ്പനി പോയി. ബീഡി കമ്പനിയിൽ അവിടെ ബീഡീൻ്റെ പത്രം വായിക്കുന്ന രാഘവനുണ്ട്. ഞാൻ പറഞ്ഞു, രാഘവട്ടാ എൻ്റെ കവിത വന്നിട്ടുണ്ട്. നോക്കി, നിൻ്റെ അല്ലോടെ ഇതൊരു പെണ്ണിൻ്റെ കവിതയല്ലേ, ഏതോ പെണ്ണിൻ്റെ കവിത എടുത്തിട്ട് നീ നാടിന് നടക്കും, നാണമുണ്ടോ, പോയിക്കൊന്ന് പറഞ്ഞു. പെണ്ണിൻ്റെ പേര് എഴുതിയ പത്രാധിപന്മാർ പെട്ടെന്ന് കൊടുക്കുമെന്നുള്ളതാണ്. കൊടുക്കും, അങ്ങനെയാണ് വന്നത്. അതിന് 25 രൂപ മണി ഓർഡറും വന്ന്, അതെനിക്ക് വാങ്ങാനും പറ്റിയില്ല. കവിതയുടെ കൂമ്പ് അടഞ്ഞു പോയാ? ഇല്ല, പിന്നെ ഞാൻ അയച്ച എഴുതിയല്ലോ, കലാകൗമുദിന് ഞാനൊരു 4-5 കവിത എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ സമയം വേണ്ടേ. ഇപ്പോൾ കഥയെക്കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിൽ വരുന്ന എഴുത്തുകാരൻ്റെ പേരെന്താണ്? കഥയെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ അകത്ത് ഉയർന്നു നിൽക്കുന്ന ഒരാൾ ടി പത്മനാഭൻ തന്നെ. പപ്പേട്ടൻ തന്നെ ആ കഥയുടെ ചക്രവർത്തി എന്ന് പറഞ്ഞാൽ വെറുതെ അല്ല. പപ്പേട്ടൻ ആദ്യം എഴുതിയൊരു 3-4 കവിതകൾ, മക്കൻ സിംഗിൻ്റെ മരണം ഉൾപ്പെടെ, അതൊക്കെ നമ്മുടെ മനസ്സിനകത്ത് ഇപ്പോഴും നിറഞ്ഞു നിൽക്കല്ലേ. ഗൗരി അടക്കം. അതെ, ഗൗരി അടക്കം. പ്രകാശം പരത്തുന്ന പെൺകുട്ടി. പിന്നെയുണ്ട്, പിന്നെ എം ടി ഉണ്ട്. എം ടിയും പപ്പേട്ടും തമ്മിൽ എങ്ങനെയാണ് വേർതിരിക്കാമെന്നും പറയാൻ കഴിയില്ല. എം ടിയും നല്ല കഥകളാണ്. പിന്നെ എസ് കെ പൊറ്റക്കാടുണ്ട്. പൊറ്റക്കാടിൻ്റെ കഥകൾ നിങ്ങൾ കേട്ടില്ല? പൊറ്റക്കാട് കഥകൾ മാത്രമല്ല, പൊറ്റക്കാട് കഥ, നോവൽ, കവിത, മനോഹരമായ കവിത എഴുതും. നമ്മളെ ഈ ഇപ്പോഴത്തെ ഈ കവിതയില്ലേ, നമ്മുടെ കുഞ്ഞുണ്ണി കവിത, അതുപോലുള്ള കവിതയുണ്ട് പൊറ്റക്കാടിൻ്റെ കവിത. ആ കവിത രസകരമാണ്. ആണായാലും മീശ വേണം, ചുണ്ടത്തൊരു ബീഡി വേണം, ഒക്കത്തൊരു കത്തി വേണം, അരികത്തൊരു പെണ്ണ് വേണം. പൊറ്റക്കാട് കവിതയാണ്. പൊറ്റക്കാട് അങ്ങനെ കവിതയും കഥയും ഒക്കെ എഴുതിയിട്ട് പൊറ്റക്കാട്. അതിനുശേഷമാണ് പൊറ്റക്കാട് സഞ്ചാര സാഹിത്യത്തിൽ വന്നപ്പോൾ അയാൾ അതിൻ്റെ കുലപതിയായി, സത്യം പറഞ്ഞാൽ. ഈ സിനിമകൾ കാണുന്ന കൂട്ടത്തിലാണല്ലോ. അതെ. ഇഷ്ടപ്പെട്ട നടൻ, നടി ആരാണ്? അങ്ങനെ പറഞ്ഞ ഒരു തർക്കത്തിലേക്ക് വരും. കാരണം എല്ലാവരോടും ഞാൻ വല്ല എടുപ്പാണ്. അതുകൊണ്ട് എൻ്റെ വലിയ പ്രശ്നം. എന്തായാലും മലയാളത്തിൽ അഭിമാനിക്കാവുന്ന 2 പേര്, പിന്നെ മമ്മൂട്ടിയും മോഹൻലാലും തന്നെയാണ്. ആ 2 പേരും അഭിനയ പ്രതിഭകൾ തന്നെയാണ്. അവരഭിനയിച്ച് പിന്നെ കഥാപാത്രങ്ങളൊക്കെ നമ്മുടെ മനസ്സിനകത്ത് എപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രങ്ങളാണ്. അത് നമുക്ക് പറയാൻ കഴിയില്ല. അതിന് മുമ്പുണ്ട് മധു നമ്മുടെ പിന്നെ മലയാളത്തിൻ്റെ ഏറ്റവും വലിയ പിന്നെ മഹാനടനാണ് മധുവിന് അഭിനേതാക്കളാൽ സമ്പന്നമാണ് മലയാളം. അതെ. പിന്നെ ഒന്ന് പറയാനുണ്ട്, ഇപ്പോഴും സിനിമയ്ക്ക് പോകാറുണ്ടോ? ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ പോവും. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാതും പോകണമല്ലോ. എന്തിനാന്ന് പറഞ്ഞാൽ പലപ്പോഴും സിനിമ, ഇപ്പോൾ അടുത്ത നാളിൽ എന്നെ ഒരു സിനിമക്ക് കൂട്ടിക്കൊണ്ടുപോയി, എറണാകുളത്തൊരു സിനിമക്ക് കൂട്ടിക്കൊണ്ടുപോയി, ആർട്ടിക്കിൾ 21 എന്ന് പറയുന്ന സിനിമ. ഇതൊക്കെ പല സിനിമയും ഇവിടെ വന്നാൽ കൂട്ടിക്കൊണ്ടുപോകും. അല്ല, കലാകാരന്മാരോട് എനിക്ക് വലിയ ഇഷ്ടമാണ്. കാരണം ഈ കലാകാരൻ എന്ന് പറഞ്ഞാൽ രാജേഷേ, രാഷ്ട്രീയ പ്രവർത്തകനെ പോലല്ല കലാകാരന് അവൻ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവണം. അവനെന്തായാലും അവൻ്റെ മനസ്സിനകത്ത് അതുണ്ടാണല്ലോ കല. ഈ രാഷ്ട്രീയ പ്രവർത്തകനല്ലാതെ ഒരു പന്ന്യൻ രവീന്ദ്രൻ എന്താകുമായിരുന്നു? ഫുട്ബോൾ പ്ലെയർ ആണോ, അതോ പന്ത് കളിക്കാരനാണോ? അല്ല, ചിലപ്പോൾ അങ്ങനെ വരും. പന്ത് കളി മാത്രമല്ലോ. പഠിച്ച് വളരുമ്പോൾ എന്തെങ്കിലും ഒരു മോഹം ഉണ്ടായിരുന്നോ? അല്ല, അങ്ങനെയൊന്നും ഉണ്ടായില്ല. രാഷ്ട്രീയം തന്നെയാണ്. രാഷ്ട്രീയത്തിൽ വിട്ടൊരു മോഹമൊന്നും ഉണ്ടായില്ല. പിന്നെ മാറി വരുന്നുണ്ടെങ്കിൽ ഞാൻ സ്പോർട്സ് അല്ലേ എന്ന് പറഞ്ഞ് ഇപ്പം ഞാനൊരു ജനയുഗത്തിനകത്ത് പിന്നെ കൃത്യമായിട്ട് ആഴ്ചയിൽ പ്രതിവാര പങ്ക്തിയുണ്ട് സ്പോർട്സ്. പിന്നെ ഞാൻ ഫുട്ബോളിൽ ഇത് വന്നല്ലോ, റണ്ണിങ് കമൻറ്ററി പറഞ്ഞിരുന്നു, കമൻറ്റേറ്റർ ആയിരുന്നു. അപ്പം അങ്ങനെയൊക്കെ അതൊക്കെ ജീവിതത്തിലൊരു വലിയ അനുഗ്രഹമാണ്. രാജേഷ്, എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും വലിയ പിന്നെ നേട്ടം കിട്ടിയ ജീവിതം. അതിൽ തൃപ്തനാണ്. മഹാതൃപ്തനാണ്, സാധാരണ തൃപ്തനല്ല. കാരണം ഇതൊക്കെ എങ്ങനെ പറ്റുന്നേ? നിങ്ങളൊരു കാര്യം നോക്ക്. എനിക്ക് ഒരു പാവപ്പെട്ട കുടുംബത്തിൽ, ഒരു വഴിയില്ലാത്ത കുടുംബത്തിൽ, ആ കുടുംബത്തിൽ ജനിച്ചിട്ടില്ല ഞാനിവിടെ എത്തിയത്. അല്ലേ, നമുക്കൊരു മോഹമില്ലല്ലോ. എൻ്റെ ഭാര്യ ഇതിനിടയ്ക്ക് എന്നോട് പറയാ, നമുക്കെന്താ ഇനിയിപ്പോൾ ഒന്നുമില്ല, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നാൽ തരക്കേടില്ല. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഗുണമുണ്ട്. ചിലപ്പോൾ വന്ദേഭാരതത്തിന് വെളുപ്പിന് 5:15 ഇവിടുന്ന് പോയാൽ 12 മണിക്ക് അവിടെ എത്തും. അതൊരു കണക്കിന് നല്ലതാണ്. ഒരു കണക്കിനല്ല, പെട്ടെന്ന് പോയിട്ട് വരണമെന്ന് വെച്ചാൽ ഒരു ദിവസം കൊണ്ട് നമുക്ക് പോയിട്ട് വരെ വന്ദേഭാരതത്തിൽ പോയാൽ. മകനെ ഒന്നും നിയന്ത്രിക്കാൻ നോക്കിയിട്ടില്ലല്ലേ ആരെയും? മകനിടയ്ക്കിടയ്ക്കൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ എഴുതുന്ന ഫേസ്ബുക്ക്. അല്ല, അവനെന്ന് എഴുതിയാലും ഒരു കാര്യം, അവൻ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അനുകൂലമായിട്ട് എഴുതും, എതിരായിട്ടൊന്നും എഴുതില്ല. അയാളുടെ മനസ്സിനകത്ത് ഒരു പാർട്ടി, അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഒരു പാർട്ടി രീതിയുണ്ട്. ആ രീതിയിലേക്ക് പാർട്ടി പോകണമെന്നാണ് മനസ്സുദ്ദേശിക്കുന്നത്. അതുമാത്രമേ ഉള്ളൂ. ഞാനിങ്ങനെ ഉപദേശിക്കേണ്ട കാര്യമൊന്നുമില്ല. അയാളിപ്പം പിന്നെ അവിടെ ഒരു നല്ല വക്കീലാണ്, കുറച്ച് എഴുതും, വല്ല ആയിക്കോട്ടെ.
പിന്നെ വിമർശനങ്ങൾ നമ്മൾ ഒരിക്കലും പിന്നെ നിരുത്സാഹപ്പെടുത്തൂല്ലല്ലോ. വിമർശനവും സ്വയം വിമർശനവും വേണമെന്നില്ല നമ്മുടെ പാർട്ടി തന്നെ പറയുന്നത്. ഇപ്പോൾ രവിയേട്ടൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഈ പാർട്ടി വളർന്നതും ഇപ്പോൾ കിട്ടുന്ന വരുമാനത്തെക്കുറിച്ചും. പക്ഷേ പൊതുവേ രാഷ്ട്രീയത്തിൽ ഇപ്പം ഞാൻ ഒരു പാർട്ടി എന്നുള്ളതല്ല, പൊതുവേ രാഷ്ട്രീയത്തിൻ്റെ അകത്തൊരു പളപളപ്പുണ്ട് ഇപ്പം പല നേതാക്കന്മാരുടെയും സമ്പത്തും അല്ല, അതൊക്കെ കാണുമ്പോൾ എന്ത് തോന്നുന്നു? അതൊക്കെ ജനങ്ങളുടെ ഇടയിൽ രാഷ്ട്രീയ പാർട്ടികളെക്കുറിച്ച് മതിപ്പുണ്ടാവുന്നില്ല എന്നാണ്. കാരണം നിങ്ങൾ കാണിക്കുന്ന ഈ പറഞ്ഞ രീതിയിലുള്ളൊരു കാണിക്കുന്നത് ജനങ്ങൾ കാണുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞ ജനങ്ങൾ നമ്മളെ മുഴുവൻ നിരീക്ഷിക്കുന്നുണ്ടെന്ന്. ഷേക്സ്പിയർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഒരാളെ നിങ്ങൾ നല്ലതോ ചീത്തയോ തീരുമാനിക്കുന്നത് ഒരു ഗ്രാഫ് വരഞ്ഞിട്ട് അതിനകത്ത് 100 നമ്പർ ഇടുക. അയാൾ നല്ല കാര്യങ്ങൾക്കെല്ലാം ടിക്ക് ചെയ്യുക, നോക്കുന്ന കാര്യത്തിന് മൈനസ്. അങ്ങനെ എബോവ് 50 ആണ് നല്ലതെങ്കിൽ അയാൾ നല്ല ആൾ എന്ന് തീരുമാനിച്ചു വന്നാൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെയും പോരാ രാഷ്ട്രീയക്കാരൻ. നിങ്ങളെ ജനങ്ങൾ അത്രമാത്രം വീക്ഷിക്കുന്നുണ്ട്. ഇപ്പം ഞാനൊരു പിന്നെ ചാനൽ ചർച്ചയിൽ ഇങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോൾ എൻ്റെ വാച്ച് ഈ സ്റ്റേപ്പാണ് ഇപ്പോൾ. നേരത്തെ എനിക്ക് ചെയിനായിരുന്നു താങ്കളെപ്പോലെ. അപ്പം ഞാൻ ഈ ചർച്ച കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഫോൺ വരും പലരും. ഒരാൾ ഫോൺ ചെയ്ത് ചോദിച്ചു, അല്ല സാറേ ചർച്ച നന്നായി, പക്ഷെ വാച്ച് മാറിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ലല്ലോ. വാച്ച് മാറിയിട്ടുണ്ട് സാറേ, കഴിഞ്ഞ തവണ ചെയിനായിരുന്നല്ലോ, ഇത്തവണ ഇതാണല്ലോ. ഞാൻ പറഞ്ഞില്ല, അത് പൊട്ടിപ്പോയതുകൊണ്ടോ സുഹൃത്തെ. അത്ര നിരീക്ഷണമാണ് ആൾക്കാർ കാണുന്നുണ്ട്. ജനങ്ങൾ നമ്മുടെ ഓരോ ചലനങ്ങളും വീക്ഷിക്കുന്നുണ്ട്, നമ്മൾ ആരുമായി ബന്ധപ്പെടുന്നുണ്ടെന്ന് വീക്ഷിക്കുന്നുണ്ട്, എന്തൊക്കെയാണ് ചെയ്യുന്നത് വീക്ഷിക്കുന്നുണ്ട്. ജനങ്ങളെ ശരിക്കും ശ്രദ്ധിക്കണം. ജനങ്ങളാണ് നമ്മളെ വിധിയെഴുത്തുകാർ, ജഡ്ജിമാരുടെ കാര്യം പൊതുപ്രവർത്തകർ മറക്കാതിരുന്നാലും മതി എന്ന് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഈ മുടി വളർത്തിയതിൻ്റെ കഥ പലതവണ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മുടി എന്തെങ്കിലും മുറിക്കൂ? ഇല്ല. മുടി ഒരിക്കലും മുടി മുറിച്ചതിനെ പറ്റി ഒരിക്കൽ പറഞ്ഞല്ലോ. അത് ക്യാൻസർ പേഷ്യൻ്റ് ഒരിക്കലും മാത്രം ഇനി മുറിക്കില്ല. മുറിക്കില്ല. അതെന്താ കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിലൊരു ഉദ്ദേശമുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ മനുഷ്യന് ജനാധിപത്യപരമായി ജീവിക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശം നമുക്കുള്ളതാണ്, ജനാധിപത്യ അവകാശം. ആ അവകാശങ്ങളെ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന് അവകാശങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ കഴിയില്ല. അങ്ങനെ അനീതി കാണിക്കുമ്പം അത് നോക്കിയിരിക്കാൻ നമുക്ക് പറ്റില്ല. ആ അനീതിക്കെതിരെ പ്രതിഷേധമാണ്. ആ അനീതി ഇപ്പം തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പോഴും വളരെ സജീവമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് നിർത്താൻ എൻ്റെ മനസ്സ് അനുവദിക്കില്ല. അതിനെതിരായ പോരാട്ടം മനസ്സിനകത്ത് ഇപ്പോൾ ഉണ്ട്, തുടർന്നു പോകും. അപ്പോൾ പോരാട്ടം തുടരട്ടെ. എല്ലാ ആശംസകളും.